ഹലോ എവരിവൺ, ഫിസിക്സ് കോഴ്സിലെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് ആദ്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഇത് തമ്മിലുള്ള റിലേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇക്വി പൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ ഡൈപോൾ ആൻഡ് ടു ഐഡന്റിക്കൽ ചാർജസ്. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ കടലിലേക്ക് പോകാലോ. ഓക്കെ, അപ്പം റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാലോ. ഓക്കെ, സപ്പോസ് ഈ ഒരു ടോപ്പിക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് പ്ലേറ്റുകൾ എടുക്കുന്നത്. അതായത് പ്ലേറ്റ്, ഓക്കെ, ഇതാണ് പ്ലേറ്റ് ഉണ്ട്, എ എന്നുള്ള പ്ലേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ് ബി എന്നുണ്ട്. ഓക്കെ, സപ്പോസ് രണ്ട് പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട്. ഒന്നിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുന്നത് പൊട്ടൻഷ്യൽ വി എന്നാണ്. ഓക്കെ, അടുത്തതിന്റെ വി പ്ലസ് ഡെൽറ്റ വി എന്നാണ് ഉള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ പ്ലേറ്റുകൾ ഒരു തുല്യ അകലത്തിലാണ് ഒരു നിശ്ചിത അകലത്തിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മുടെ ഡി ആർ എന്ന് പറയുന്നത്. അതായത് ഈ പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ആർ. ഓക്കെ, അങ്ങനെ ശ്രദ്ധിക്കുക, രണ്ട് പൊട്ടൻഷ്യൽ പ്ലേറ്റുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ഒരു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. പൊട്ടൻഷ്യൽ നമ്പർ വി മൈനസ് വി പ്ലസ് ഡെൽറ്റ വി എന്നുള്ളൊരു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. ഓക്കെ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ വി മൈനസ് വി പ്ലസ് ഡെൽറ്റ വി. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് വി മൈനസ് വി എന്ന് ക്യാൻസൽ ചെയ്യും. പിന്നെന്താ, മൈനസ് ഡെൽറ്റ വിയുടെ ബാക്കിയുള്ളൂ ഡെൽറ്റ വി. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് അറിയാം. ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് എഴുതാൻ പറ്റും. പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ ആണ് മൈനസ് ഓഫ് ഇന്റഗ്രൽ ഇ ഇൻറ്റു ഡി ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വി ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി ആർ എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിന് നമുക്ക് ഇത് സ്മോൾ പൊട്ടൻഷ്യൽ ചേഞ്ച് പൊട്ടൻഷ്യലാണ് മൈനസ് ഡി വി ഡെൽറ്റ വി. അതിന് എന്ത് ചെയ്യാം, ഡി വി എഴുതാം. ഓക്കെ, അങ്ങനെ വി ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി ആർ. ഓക്കെ, നമുക്ക് എന്താ കിട്ടിയത്, ഒരു പൊട്ടൻഷ്യൽ, അതായത് പൊട്ടൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വലിയ പൊട്ടൻഷ്യലാണ്. ഓക്കെ, അപ്പൊ ചെറിയ പൊട്ടൻഷ്യൽ ചെയ്തിട്ട് വലിയ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം വലിയ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെറിയ പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ ഇന്റഗ്രേഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അതായത് ചെറിയ പൊട്ടൻഷ്യൽ ഡി വി ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും മൈനസ് ഇ ഇൻറ്റു ഡി ആർ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. എന്താണ്, മൈനസ് ഡി വി ബൈ ഡി ആർ. ഓക്കെ, അതായത് നമുക്ക് ഇതിനെ ഇ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഓക്കെ, അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ റിലേഷൻ കിട്ടി. അതാണ് ഇ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഓക്കെ, ഇതിൽ ഈ ഓരോ ക്വാണ്ടിറ്റി എന്താ റെപ്രസെന്റ് ചെയ്യുന്ന പറയാം. ഇ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡി വി ബൈ ഡി ആർ എന്ന് പറയുന്ന ഇവിടെ പറയുന്ന പേരാണ് ഗ്രേഡിയന്റ്. എന്താണ്, ഗ്രേഡിയന്റ്. ഓക്കെ, വി എന്ന് പറയുന്ന അവിടെ പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയുള്ള കാര്യം, നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇത്രയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഡി വി ബൈ ഡി ആർ എന്ന് പറയുന്നവരാണ് ഗ്രേഡിയന്റ്, വി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ആണ്, ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ലേ. ഓക്കെ, ബൈ ഡി ആർ. ഓക്കെ, സപ്പോസ് നമ്മൾ ഡി ആർ ആണ്, നമ്മളൊരു സ്പിയറിന്റെ കേസ് എടുക്കുക അല്ലെ, ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണ്. അപ്പൊ ഈ കണ്ടക്റ്റിംഗ് സ്പിയറിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണ്, ഞാൻ ഇവിടെ ഒരു ക്യൂ എന്നുള്ള ചാർജ് അതിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഓക്കെ, ഇതൊരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണ്. ക്യൂ എന്നുള്ള ചാർജ് കണ്ടക്റ്റിംഗ് സ്പിയറിന്റെ മേലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചാർജ് എന്ത് ചെയ്യുക, കണ്ടക്ടറിന്റെ സർഫസിൽ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ ക്യൂ എന്നുള്ള ചാർജ് കണ്ടക്ടറിലേക്ക് കൊടുത്താൽ ആ കണ്ടക്ടറിലേക്ക് കൊടുത്താൽ കണ്ടക്ടറിന്റെ സർഫസിൽ എന്തായാലും ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക, സീറോ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയായിരിക്കും ഇവിടെ, ഇ ഈക്വൽ ടു സീറോ എന്ന് വന്നു കഴിഞ്ഞാൽ സീറോ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അതിന്റെ അർത്ഥം എന്താ, ഡി വി ബൈ ഡി ആർ ഈക്വൽ ടു സീറോ എന്നല്ലേ. അതായത് വി ഈക്വൽ ടു എ
കോൺസ്റ്റന്റ് കിട്ടി. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ്, ഇതിനർത്ഥം എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടറിനുള്ളിൽ 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എപ്പോഴും എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ സ്പീഡിൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലെ, സർഫസിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഉള്ളിൽ സർഫസിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, ത്രൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ഡയഗ്രാം പറയാലോ. ഓക്കെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇതാണ് റേഡിയസ്. ഓക്കെ, ഇതാണ് അതിന്റെ ഡിസ്റ്റൻസ് r. ഓക്കെ, വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സർഫസിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും r r. ക്ലിയർ ആണല്ലോ. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഈ ഇലക്ട്രിക് ഫീൽഡ് = 1/4πε0 q/r². ഓക്കെ, അതിൽ നിന്നിട്ട് E പ്രൊപ്പോർഷണൽ ടു 1/r² എഴുതാൻ പറ്റും. അതിന്റെ അർത്ഥം r കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും, r കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക, കുറയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഡയഗ്രം എങ്ങനെ വരിക, ഇങ്ങനെ. ഓക്കെ, ഇവിടെ കുറഞ്ഞ് വരിക. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് എല്ലാം y ആക്സിസ്. ഓക്കെ, അപ്പൊ r കൂടുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് കുറഞ്ഞു വരിക ചെയ്യാം. ഓക്കെ, അപ്പൊ സിമിലർലി നമുക്ക് വേറെ ഡയഗ്രം വരച്ചൂടെ, ഇതേമാതിരി ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ y ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുന്നത് പൊട്ടൻഷ്യൽ ആണ്, x ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആണ്, r ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ശ്രദ്ധിക്കാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എപ്പോഴും എന്ത് ചെയ്യുക, 0 ആയിരിക്കും, അതായത് കണ്ടക്ടർ സ്പീറിന്റെ കേസിൽ. പക്ഷേ പൊട്ടൻഷ്യലിന് എടുക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഒരു കണ്ടക്ടർ സ്പീർ എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, ഓക്കെ, ഈ സർഫസ് ത്രൂ പൊട്ടൻഷ്യൽ ഇപ്പോൾ 10 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 10 വോൾട്ട് ആയിരിക്കും, ഉള്ളിലും എന്ത് ചെയ്യുക, 10 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഒരു കണ്ടക്ടർ സ്പീർ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കുക, ഉള്ളിൽ ഇൻസൈഡ് കണ്ടക്ടർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, അതേ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ V = 1/4πε0 q/r എന്നാണ്. അതായത് V പ്രൊപ്പോർഷണൽ ടു 1/r എഴുതാൻ പറ്റും. അത് r കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കുറയുന്ന അതിനർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെ r കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, അങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും. ഓക്കെ, r കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കുറയാണ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്ര കാര്യമുള്ളൂ. ഒരു കണ്ടക്ടറിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ ഒരു കണ്ടക്ടറിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക, 0 ആയിരിക്കും, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത്ര കാര്യമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്താ പറഞ്ഞത്. ഓക്കെ, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, നമുക്ക് എന്താ നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു Q എന്നുള്ള ചാർജ് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ Q എന്നുള്ള ചാർജിന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള നമ്മൾ ഒരു പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, Q എന്നുള്ള പോയിന്റിലേക്ക് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ 4 സെന്റിമീറ്റർ ആണ്. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, 4 സെന്റിമീറ്റർ എടുത്തു. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക, 4 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ 4 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന എല്ലാ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവർക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഈ പോയിന്റ്സ് ഒക്കെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യണം. ഓക്കെ, ഇവർ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയ, ഒരു കോൺസെൻട്രേറ്റ് സ്പിയർ ഷേപ്പാണ് കിട്ടിയത്. എന്താണ് സ്പിയർ ഷേപ്പാണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ. അതിന്റെ അർത്ഥം എന്താ, ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. അതായത് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും എന്ത് ചെയ്യുക, സെയിം ആവും അല്ലെ. അതായത് എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആവും അല്ലെങ്കിൽ സെയിം ആവും. അതിനാണ് പറയുന്നത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അതായത് the surface at which the potential is same or constant at every point. എല്ലാ പോയിന്റിലും എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ തുല്യമായിരിക്കും. ഇതിനാണ് എന്താ പറയുക, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അതായത് ഒന്നുകൂടി പറയാം, the surface at which the potential is same at every point. അല്ലെ, എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ എന്ത് തുല്യമായിരിക്കും. ഇതിനാണ് എന്താ പറയുക, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് എവരിവെയർ ഓൺ ദ സർഫസ്. ഓക്കെ, ഒരു സർഫസിൽ നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ എപ്പോഴും എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, സ്പിയറിന്റെ കേസിലൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഈ സ്പിയറിന്റെ കേസിൽ ഇൻസൈഡ് കണ്ടക്ടർ ആണെങ്കിൽ, ഒരു സ്പിയർ ആണെങ്കിൽ, ഒരു കണ്ടക്ടിങ് സ്പിയറിനാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, പക്ഷെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ,
സെക്കൻഡ് വന്നത് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഗോയിങ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ഒരു ക്യൂ എന്ന ചാർജ് ഉണ്ട് അല്ലെ, ആ ചാർജിനെ ആ സർഫസിന്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോ സപ്പോസ് ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവും അല്ലെ, ക്യൂ എന്നുള്ള ചാർജ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടുണ്ടായ സർഫസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട് ക്യൂ. ഓക്കെ, ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, പോയിന്റ് ഉള്ളത് എ എന്നുള്ള പോയിന്റിലാണ്, ഇത് ബി എന്നുള്ള പോയിന്റിലാണ്. ഓക്കെ, അപ്പൊ ക്യൂ എന്ന ചാർജിനെ എ എന്നുള്ള പോയിന്റിൽ നിന്നിട്ട് ബി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരണം. അതായത് ക്യൂ എന്നുള്ള ചാർജ് കിട്ടുന്നത് എ എന്നുള്ള പോയിന്റിലാണ്. എ എന്നുള്ള പോയിന്റിൽ നിന്നുള്ള ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുക, ബി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അവിടെ നമുക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 എന്ന് പറഞ്ഞത്, വർക്ക് 0 ആണ് പറഞ്ഞത്. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാല്, അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. അതാണ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ്. ഓക്കെ, ചാർജിന് നമുക്ക് വർക്ക് ഡൺ ഡബ്ല്യു എന്ന് കൊടുക്കുക, ചാർജിന് ക്യൂ എന്ന് കൊടുക്കുക, ഇൻറ്റു പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി എ മൈനസ് വി ബി എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ശ്രദ്ധിക്കാം, നമുക്കിവിടെ വർക്ക് 0 ആണ്, വർക്ക് 0 ആണ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ എപ്പോഴും എന്ത് ചെയ്യുക, എപ്പോഴും എടുത്ത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്നാൽ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ ഇതിൽ വി എ ഇക്വൽ ടു വി ആണ്. അത് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആണ്. അതായത് വി എയിലുണ്ടാകുന്ന പൊട്ടൻഷ്യലും വി വിയിലുള്ള പൊട്ടൻഷ്യലും കോൺസ്റ്റന്റ് ആണ്. അതപ്പം വർക്ക് ഡൺ ഡബ്ല്യു ഇക്വൽ ടു എന്താ, ക്യൂ ഇൻറ്റു 0. അപ്പം വർക്ക് ഡൺ എന്താവും 0. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, അപ്പം 2 പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എന്ത് ചെയ്യുക, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ആ കാര്യം നമുക്കൊന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതേമാതിരി തന്നെ ശ്രദ്ധിക്കാം. ഇവിടെ ഉള്ള ക്യൂ എന്ന ചാർജിനല്ലേ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ പോവുക, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ. ഓക്കെ, ഇത് മേലോട്ടുള്ള ഡയറക്ഷൻ, ഇത് ഇങ്ങോട്ടുള്ള ഡയറക്ഷൻ. ഓക്കെ, ഇതാണ് ഈ സർഫസിന് എപ്പോഴും എന്ത് ചെയ്യുക, അതായത് ഈ പൊട്ടൻഷ്യലിന് അതായത് ഈ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ പൊട്ടൻഷ്യൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് ഉണ്ട്, അത് നോക്കാം. ഇക്വിപൊട്ടൻഷ്യൽസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഇക്വിപൊട്ടൻഷ്യൽസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അവർ ഒരിക്കലും എന്ത് ചെയ്യുക, കൂട്ടിമുട്ടുന്നില്ല. അതായത് അതിന്റെ അർത്ഥം എന്താ, ബിക്കോസ് എ പോയിന്റ് കനോട്ട് ഹാവ് 2 ഡിഫറെന്റ് പൊട്ടൻഷ്യൽ. അതായത് ഒരു പോയിന്റിൽ 2 പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇനി പറയാനുള്ളത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ഡൈപോൾ ആൻഡ് 2 ഐഡന്റിക്കൽ ചാർജ്. അപ്പൊ ഡൈപോളിന്റെ കേസിൽ 2 ഐഡന്റിക്കൽ ചാർജിന്റെ കേസിൽ ഇക്വിപൊട്ടൻഷ്യൽ ആണ് പറയുന്നത്. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈപോളിന്റെ കേസിലുള്ളത്. ഓക്കെ, നമ്മളിവിടെ വരയ്ക്കാം ഡൈപോള്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൊടുത്തില്ല, ഒരു സെൻട്രലിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ആ കേസാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഇങ്ങനെ പോകുന്നതും ഇവർ തമ്മിൽ അട്രാക്റ്റഡ് ആയി, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വരുന്നത് ഇവർ തമ്മിൽ പരസ്പരം അട്രാക്റ്റഡ് ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ചാർജിന് പോകുമ്പോൾ ഇവർ തമ്മിൽ റിപ്പൾഷനിലേക്ക് എത്തും. ക്ലിയർ ആണല്ലോ. അപ്പൊ നെഗറ്റീവ് സെന്ററിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ചാർജ് അടുത്തേക്ക് വരുമ്പോൾ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അടുത്തേക്ക് വരിക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ 2 ഐഡന്റിക്കൽ ചാർജസ്, അതായത് 2 ഐഡന്റിക്കൽ ചാർജസ്, അതിന് എക്സാമ്പിൾ 2 പോസിറ്റീവ് ചാർജ് എടുക്കില്ലേ, 2 പോസിറ്റീവ് ചാർജ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, 2 അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ത് ചെയ്യുക, റിപ്പൾഷൻ ആണ് ചെയ്യാണ്ടാവും. ഓക്കെ, ആ കാര്യങ്ങളാണ് ഡയഗ്രം വരച്ച് പഠിക്കുക. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ഡൈപോൾ ആൻഡ് 2 ഐഡന്റിക്കൽ ചാർജസ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് പഠിച്ചാൽ മാത്രം മതി. സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് വരച്ച് പഠിക്കാം. ഓക്കെ, ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്താണെന്ന് ആദ്യം അറിയണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നേരത്തെ ക്ലാസ്സിലൊക്കെ ക്യൂ എന്ന ചാർജ് ഉണ്ട്. ക്യൂ എന്ന ചാർജിന്റെ ഒരു ഫീൽഡിലാണ് പി എന്നുള്ള പോയിന്റ് കൊണ്ടുവച്ചു. ഓക്കെ, അപ്പം പി എന്ന് കൊണ്ടുവച്ചു, ആ ഡിസ്റ്റൻസ് ആണ് R. ഓക്കെ, ഇനി നമുക്ക് കണ്ടത് ഇൻഫിനിറ്റി എന്നുള്ള ചാർജിൽ ഒരു +1 കൂളം ചാർജ് കൊണ്ടുവച്ചു. അപ്പം ഈ ഇൻഫിനിറ്റി എന്ന പോയിന്റിലെ 1 കൂളം ചാർജിന് എന്ത് ചെയ്യാം, പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കിനാണ് പോലെ പൊട്ടൻഷ്യൽ ഉണ്ടായത്. അതായത്
ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യലാണ്. ഇവിടെ ചെയ്യുന്ന വർക്കിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ സപ്പോസ് 1 കൂളം ചാർജ് അതിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 1 കൂളം ചാർജ് ഉണ്ട്. ഓക്കെ, ഇവിടാണ് ഇൻഫിനിറ്റി ഉള്ളത്. ആ 1 കൂളം ചാർജിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, പ്ലസ് ഒരു ചാർജ് കൊണ്ടുവെക്കാണ്. അതായത് ക്യൂ എന്നുള്ള ചാർജ്, അതായത് പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് കൊണ്ടുവെക്കാണ്. ഇവിടാണ് ക്യൂ എന്നുള്ള ചാർജ് ഉള്ളത്, പി ഇൻഫിനിറ്റി, ഇത് R. ഓക്കെ, ഇനി നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഈ പ്ലസ് 1 കൂളം ചാർജിന് പകരമായിട്ട് ഒരു 1 കൂളം ചാർജിന് പകരമായിട്ട് നമ്മൾ പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് കൊണ്ടുവെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ചെയ്താലോ? ഓക്കെ, ഇവിടെ ഫസ്റ്റ് കേസിലുള്ള പൊട്ടൻഷ്യൽ V = 1/4/ε0 Q/R ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ നമ്മൾ എന്തായിരുന്നു പൊട്ടൻഷ്യൽ എന്ന് ചെയ്താ, വർക്ക് ഈസ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. വർക്ക് ഈസ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്നാണ്. ഓക്കെ, ഇവിടെ വർക്ക് ഇവിടെ ചാർജ് പ്ലസ് 1 കൂളം ചാർജ് ആയതുകൊണ്ട് നമുക്ക് ഇതാ 1 × V എഴുതാൻ പറ്റും. ഓക്കെ, അതായത് വർക്ക് ഈസ് പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് കേസ്, ഇത് ഫസ്റ്റ് കേസ് ആണ്. സെക്കൻഡ് കേസിൽ ഉണ്ടാകുന്ന നമ്മൾ പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. വർക്ക് ഈസ് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ W = Q × 1/4πε0 Q/R എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? W = 1/4πε0 Q × Q/R എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വർക്കിനെ നമുക്ക് എഴുതിക്കൂടെ? വർക്ക് എന്ന് പറയുന്നത്, ഓക്കെ, അതായത് ഈ വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഈ വർക്കിന് നമ്മൾ പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഉള്ളത് Q1 അതുപോലെ Q2 എന്നുള്ള ചാർജ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഒന്ന് പറഞ്ഞേ, 1/4πε0 Q1 Q2 / R. ഇതിനാണ് ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയാം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ രണ്ട് കേസ് നമുക്ക് കിട്ടിയില്ലേ? പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q × Q/R² അല്ലെങ്കിൽ 1/4πε0 Q1 Q2/R. ഓക്കെ, ഇതാണ് ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാനുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.